ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സദ്യയിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പച്ചടി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി കണ്ടു നോക്കാം. പച്ചടി തയ്യാറാക്കാൻ ഈ വലിപ്പത്തിലുള്ള 2 ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടിലും കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരക്കൂട്ട് തയ്യാറായി. ബീട്രൂട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് അതൊന്ന് ചൂടാവുന്നവരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്